ഹായ് ഫ്രണ്ട്സ്, നമുക്ക് ഈ വചനം വായിച്ചു നോക്കിയാലോ. നിങ്ങളിൽ വസിക്കുന്ന ദൈവദത്തമായ പരിശുദ്ധാത്മാവിൻ്റെ ആലയമാണ് നിങ്ങളുടെ ശരീരം. 1 കൊരിന്ത്യർക്ക് എഴുതിയ ലേഖനം 6-ാം അധ്യായം 19-ാം തിരുവചനം എന്താണെന്ന് നമുക്ക് നോക്കാം. അതിനു മുമ്പായി തളികയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവരും സുഖമായിരിക്കണോ? ദൈവാനുഗ്രഹത്തിൽ എല്ലാവരും സുഖമായിരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇനി നമുക്ക് നോക്കാം. വിശുദ്ധ ജീവിതം നയിക്കാൻ നാം എന്തിലൊക്കെ ഉത്സാഹിക്കണമെന്ന് പത്രോസ്ലീഹ നമുക്ക് പറഞ്ഞു തരുന്നുണ്ട്. വിശ്വാസം, സുഹൃതം, ജ്ഞാനം, ആത്മസംയമനം, ക്ഷമ, ഭക്തി, സഹോദര സ്നേഹം, ഉപവി. ഇതിൽ പ്രലോഭനത്തിൽ ജയിക്കാൻ വേണ്ടുന്ന കൃപയാണ് ആത്മസംയമനം. അതോടൊപ്പം ജ്ഞാനവും ക്ഷമയും പ്രധാനപ്പെട്ടതാണ്. ആത്മാവ് എന്താണെന്നുള്ള ജ്ഞാനവും ആത്മാവ് കരസ്ഥമാക്കാനുള്ള ക്ഷമയും അതാണ് ദൈവമക്കൾക്ക് വേണ്ടത്. ആ ആത്മാവ് എന്താണെന്ന് വ്യക്തമായി 2 തീമോഥെയോസ്യർക്ക് ലേഖനത്തിൽ പറഞ്ഞിരിക്കുന്നു. ശക്തിയുടെയും സ്നേഹത്തിൻ്റെയും ആത്മനിയന്ത്രണത്തിൻ്റെയും ആത്മാവ്. നാം ആലയം അറിയുന്നു, എന്നാൽ ആലയത്തിൽ വസിക്കുന്നവനെ അറിയുന്നില്ല. നമുക്ക് തെറ്റുപറ്റുന്നത് അവിടെയാണ്. നമ്മുടെ ശരീരവും ആത്മാവും തമ്മിലുള്ള ബന്ധം വിശുദ്ധ ബൈബിൾ വളരെ വ്യക്തമാക്കി തരുന്നു. നിങ്ങളിൽ വസിക്കുന്ന ദൈവദത്തമായ പരിശുദ്ധാത്മാവിൻ്റെ ആലയമാണ് നിങ്ങളുടെ ശരീരം. ശരീരത്തിൻ്റെ വിശുദ്ധിയാണ് ആത്മാവിൻ്റെ ശക്തി. വ്യക്തി ബാഹികം ആണെങ്കിൽ ശുദ്ധി ആന്തരികമാണ്, ആത്മീയമാണ്. നാം എല്ലാവരും ആത്മീയർ ആണ് എന്ന് വിശുദ്ധ ഗ്രന്ഥം റോമാലേഖനത്തിലൂടെ വ്യക്തമാക്കുന്നു. പുതിയ സൃഷ്ടിയാവുക എന്നതാണ് പ്രധാനം എന്ന് നമുക്കറിയാം. ഇനി മുതൽ ഞാനല്ല ജീവിക്കുന്നത്, ക്രിസ്തുവാണ് എന്നിൽ ജീവിക്കുന്നത് എന്ന തിരിച്ചറിവോടെയുള്ള ജീവിതമാണ് പുതിയ സൃഷ്ടിയാവാൻ നമ്മൾ ചെയ്യേണ്ടത്. നമ്മൾ എങ്ങനെയാണ് ജീവിക്കേണ്ടത് എന്നും വിശുദ്ധ ഗ്രന്ഥം പറഞ്ഞു തരുന്നുണ്ട്. ശരീരത്തിൻ്റെ പ്രവണതകളെ ആത്മാവിനാൽ നിഹനിക്കുന്നുവെങ്കിൽ നിങ്ങൾ ജീവിക്കും എന്നുള്ളത് റോമാക്കാർക്ക് എഴുതിയ ലേഖനത്തിൽ പറയുന്നുണ്ട്. പ്രവണതകൾ അല്ലെങ്കിൽ പ്രലോഭനങ്ങൾ പാപം അല്ല, ശരീരത്തിൻ്റെ സ്വാഭാവിക പ്രക്രിയയാണത്. അതിനെ നിഹനിക്കുക അല്ലെങ്കിൽ അതിനെ ഉപേക്ഷിക്കുക എന്നത് നമ്മുടെ കടമയാണ്. പ്രലോഭനത്തെ നിഹനിക്കാതെ പ്രവൃത്തിയിലേക്ക് നയിക്കുമ്പോഴാണ് പാപം ആകുന്നത്. ചിന്തകൾ സ്വാഭാവികം, എന്നാൽ മനഃപൂർവമായ തെറ്റായ ചിന്തകളും പാപം തന്നെയാണ്. ദൈവസൃഷ്ടിയാണ് പ്രകൃതി സൃഷ്ടിയും സ്രഷ്ടാവും ബന്ധപ്പെട്ടിരിക്കുന്നു. അതിനാൽ ദൈവം പ്രകൃതിക്ക് വിരുദ്ധമായി ഒന്നും ചെയ്യില്ല. സ്രഷ്ടാവിന് വിരുദ്ധമായി നമ്മളും ഒന്നും ചെയ്യാൻ പാടില്ല. അവിടെ നമ്മൾ പലപ്പോഴും പരാജയപ്പെടുന്നു. ജഡിക ചിന്തകൾ സ്വാഭാവികം. അതിനെ ആത്മസംയമനത്തോടെ മറികടക്കുക എന്നതാണ് നമ്മുടെ ജീവിത വിജയം. നമ്മുടെ പരാജയങ്ങൾക്ക് പ്രധാന കാരണം മാമോദിസ വഴി ജന്മപാപത്തിൽ നിന്നും മോചിതരായി പുതിയ സൃഷ്ടിയായ നാം ക്രിസ്തുവിനെ ജീവിതം വിട്ടുകൊടുക്കാതെ കുളിച്ച പന്നി ചെളിക്കുണ്ടിൽ വീണ്ടും ഉരുളുന്ന പോലെ വീണ്ടും പാപങ്ങളെ തേടി പോകുന്നതാണ്. നമ്മൾ ഇന്നും പല ദുശീലങ്ങളുടെയും അടിമകളാണ്. ആരാണ് അടിമ എന്ന് ബൈബിൾ പറഞ്ഞു തരുന്നു. ഏതിനാൽ ഒരുവൻ തോൽപ്പിക്കപ്പെടുന്നുവോ അതിൻ്റെ അടിമയാണ് അവൻ. എങ്ങനെ നമുക്ക് ഇതിൽ നിന്നൊക്കെ രക്ഷപ്പെടാം? ദൈവ ആശ്രയബോധത്തോടെയുള്ള ജീവിതം. എൻ്റെ സ്വന്തമായ എൻ്റെ ദൈവം എല്ലാത്തിനും എനിക്ക് ആശ്രയമായി എന്നോടൊപ്പം ഉണ്ടെന്നുള്ള ബോധത്തോടെ ജീവിക്കുക. നമ്മുടെ പ്രവൃത്തികൾ പ്രകൃതിക്ക് വിരുദ്ധം ആവുമ്പോൾ വികൃതിയാവും. ആ വികൃതികൾ ആത്മാവിനെ മലിനമാക്കും, ജീവിതം വികൃതമാക്കും. ദുശീലങ്ങളിൽ ചിലത് നുണ പറച്ചിൽ, മോഷ്ടിക്കൽ, ഉപദ്രവിക്കൽ. നമുക്ക് മാറ്റാൻ വലിയ ബുദ്ധിമുട്ടില്ല. എന്നാൽ നമ്മളെ ആസക്തരാക്കുന്ന, ദുർബലരാക്കുന്ന ചില ശീലങ്ങളുണ്ട്. അവിടെയാണ് നമ്മൾ കൂടുതൽ ശ്രദ്ധിക്കേണ്ടത്. ബുദ്ധിയോടെയുള്ള പെരുമാറ്റത്തിന് ആത്മാവിനെ രക്ഷിക്കാൻ സാധിക്കും. ചിന്തകൾ തുടങ്ങുന്നത് തലച്ചോറിലാണല്ലോ, പിന്നീടാണ് ഹൃദയവുമായി അത് യോജിക്കുന്നത്. ഹൃദയത്തിൽ നിന്നുള്ള മറുപടി തലച്ചോറിൽ എത്തുന്നതിനനുസരിച്ച് ശരീരം പ്രവർത്തിക്കും. നമ്മുടെ എല്ലാ ചിന്തകളും ഹൃദയത്തോട് ചേർത്ത് നിന്നുള്ളതായാൽ നമ്മൾ തോൽക്കില്ല. തലച്ചോറിൻ്റെ ഏത് ഹോർമോൺ പ്രവർത്തനത്തെ നിയന്ത്രിക്കുവാനും ഹൃദയത്തിൽ എത്തുന്ന ചിന്തയ്ക്ക് സാധിക്കും. അതുകൊണ്ട് ചിന്തകളെ ശുദ്ധീകരിച്ചാൽ ശരീരത്തെ വിശുദ്ധിയിൽ നിലനിർത്താം, ആത്മാവിനെ രക്ഷിക്കാം. അതിനാൽ നാമും നമുക്കുള്ളതും ദൈവത്തിൻ്റെ വരദാനമാണ് എന്ന ബോധ്യത്തോടെ നമുക്ക് വിശുദ്ധിയോടെ ജീവിക്കാം. ദൈവത്തിൻ്റെ ആലയമായ ശരീരത്തെ ശുദ്ധീകരിച്ച്
ചിന്തകളെ ദൈവികമാക്കി ആത്മാവിനെ വിശദീകരിച്ച് ദൈവമക്കളായി ജീവിക്കാനുള്ള കൃപ നമുക്ക് ഓരോരുത്തർക്കും ഉണ്ടാകട്ടെ എന്ന് ആശംസിക്കുന്നു. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. ഓക്കെ, താങ്ക് യു, ബൈ.